പ്രിയപ്പെട്ടവരെ, പൊന്നാനിയിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിലെ കാഴ്ചകളാണ് കണ്ടത്. ഇനി പലയിടങ്ങളിലും പലതരത്തിലുള്ള കാഴ്ചകളാണ്. തീരദേശങ്ങളിലാണെങ്കിൽ കടൽക്ഷോഭം രൂക്ഷം. മുതലപ്പുഴയിൽ ഒരു മൃതദേഹം കിട്ടി, ശ്രീമോന്റെ. പൊന്നാനിയിൽ കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. കിണർപ്പള്ളി, വെളിയംകോട്, പാലപ്പെട്ടി എന്നിവിടങ്ങളിൽ 5 വീടുകൾ കടലെടുത്തു. ഇന്നലെയും ഇന്നുമായാണ് വീടുകളിൽ വെള്ളം കയറിയത്. ഒരു വീട്ടിൽ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ കടൽക്ഷോഭമുള്ളതിനാൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. സോണൽ കൃഷയുണ്ട് പൊന്നാനിയിൽ നിന്ന്. സോണൽ, വെരി ഗുഡ് മോർണിംഗ് സോണൽ. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, കല്ലിതുള്ളി നിൽക്കുന്ന കടലാണ്. ഇപ്പോഴും മഴ തുടരുകയാണോ? 5 വീടുകൾ തകർന്നുവെന്ന് കേട്ടു. ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? അരുൺകുമാർ, ഞാനുള്ളത് പൊന്നാനിയിലെ ഹിരൾപ്പള്ളി ഭാഗത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇന്നലെ തകർന്ന വീടുകളാണ്. ഇവിടെ മാത്രം ഹിരൾപ്പള്ളി ഭാഗത്ത് മാത്രം ഏകദേശം 5 വീടുകൾ തകർന്നിട്ടുണ്ട്. ഇതിനോടകം ഇന്നലെ വരെ 2 വീടുകൾ മാത്രമായിരുന്നു തകർന്നതെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും മറ്റ് 3 വീടുകൾ കൂടി തകരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് എന്ന് പറയുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു. ഈ നബീസുമ്മയുടെ വീടാണ്. ഈ വീട്ടിൽ അന്ന് അന്തി ഉറങ്ങാൻ പേടിയാണെന്ന് നബീസുമ്മ ആവർത്തിച്ച് പറയുന്ന ബൈറ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ ഇതാ നബീസുമ്മയുടെ ആ വീട് പൂർണ്ണമായി കടലെടുക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. ആ ഉമ്മ ഇന്ന് ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യമാണ്. ഈ പ്രദേശത്തെ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടേക്ക് കടൽ വരും എന്നുള്ളത് അവർക്ക് ആദ്യഘട്ടത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇതിനു മുൻപൊന്നും പക്ഷേ ഇങ്ങോട്ട് വന്നിരുന്നില്ല. അന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്, കടൽ ഭിത്തി എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നായിരുന്നു. പക്ഷേ അധികാരികൾ അതൊന്നും ചെവി കൊണ്ടില്ല. ഇന്ന് ആ വീടുകളെല്ലാം തന്നെ കടലെടുക്കുന്ന കാഴ്ചയാണ്, സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞ് ഇന്നലെ തന്നെ അവർ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ടാണ് ആ വലിയ അപകടം ഒഴിവായത്. അല്ലെങ്കിൽ അന്തി ഉറങ്ങുന്ന സമയത്താണ് ഈ കടൽ കലിതുള്ളി എത്തി വീടുകളൊക്കെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇവിടെ കടൽ ഭിത്തി ഇല്ലാത്തൊരു ഒറ്റ പ്രശ്നമാണ്. കടൽ ഭിത്തി നിരന്തരം വരുന്ന സർക്കാരുകൾ, അപ്പോൾ ആരായാലും, ഇപ്പോൾ ഇടതുപക്ഷമായാലും UDF, നിരന്തരം വരുന്ന സർക്കാരുകൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല. ഇപ്പോൾ കൊച്ചിയിൽ ചെല്ലാനത്ത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടു. അതേമാതിരി എന്തുകൊണ്ട് പൊന്നാനി കൊല്ലം വരാൻ, നിങ്ങൾ പറഞ്ഞ മാതിരി കൊല്ലം വർഷം വരാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വീടുകളൊക്കെ ഇപ്പോൾ ഇന്നലെ പോയി. ഇതപ്പോൾ ഒരു വീട് നിൽക്കുന്നത് അവിടെ. ഇത് മാത്രമല്ല, 20 മീറ്റർ കഴിഞ്ഞാൽ 100 കണക്കിന് വീട്, 100 കണക്കിനല്ല, അതിന് കൂടുതൽ വീടുകൾ, 100 കണക്കിന് റോഡ് വരെ പോകും. 25 മീറ്റർ കഴിഞ്ഞാൽ മതി. 100 കണക്കിന് വീടുകൾ പോവുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. ആ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിന് ഇവിടെ ഈ കടൽക്ഷോഭത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ്. ഇപ്പോൾ വേലിയിറക്കം ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രദേശത്തൊക്കെ നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. അരുൺകുമാറിന് അറിയാം, കടൽ അല്പം ശാന്തമാണ്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിതി പാടെ മാറും. കടൽ പ്രക്ഷുബ്ധമാവും. വേലികേറ്റമായി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് തിരയടിച്ച് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 10 മീറ്റർ മാത്രമേ റോഡിലേക്ക് ഇനി തകരാൻ ദൂരമുള്ളൂ. അതിനപ്പുറം 100 കണക്കിന് വീടുകൾ ബാക്കിയുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ആ റോഡിലേക്ക് കൂടി കടലെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ വെള്ളയേറ്റായിരിക്കും. നല്ല അതിശക്തമായ കടൽ കയറും. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല. എന്താ വെച്ചാൽ ഇവിടെ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ, ആ പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളിയോട് അയിത്തമാണ് സർക്കാരുകൾ കാണിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് മാറിയ ഈ താമസക്കാർക്ക്, നബീസുമ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു സംവിധാനം, അതായത് ക്യാമ്പോ അല്ലെങ്കിൽ മറ്റു വാടക നൽകുന്ന ഒരു സംവിധാനമോ ഉണ്ടാക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരു ക്യാമ്പോ അതല്ലെങ്കിൽ അവർക്ക് വാടകയ്ക്ക് കഴിയാനുള്ള സംവിധാനമോ താൽക്കാലികമായി ഒരുക്കി കൊടുക്കണം. അതിന് അധികാരികൾ ശ്രദ്ധിക്കുക. MLA പ്രത്യേക ശ്രദ്ധിക്കുക, പഞ്ചായത്തിന്റെയും പ്രത്യേക ശ്രദ്ധിക്കുക. സോള, വാർത്തയൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ. ഉമ്മയുടെ നമ്പർ കൂടി ഒന്ന് വാങ്ങിക്കോളൂ. നമുക്ക് എന്താണ് പിന്നീട് ഉമ്മയ്ക്ക് സംഭവിച്ചതറിയല്ലോ. കാരണം ഈ വാർത്തയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ അഭിപ്രായം പറയാനായിട്ടുണ്ടാവും. വാർത്തയൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്തൊഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമ്മമാരിങ്ങനെ ഇത് കഷ്ടപ്പെടും. മക്കളെ ആരുണ്ട് വരാൻ എന്ന് ചോദിക്കും. പിന്നെ നമ്മളെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് പിന്നീട് വാർത്തയായിട്ട് വരിക. വാർത്തയുണ്ടെങ്കിലേ ചില ഇടപെടലുള്ളൂ. പണ്ടാണെങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ബ്രേക്കിംഗ് അവേഴ്സ് ചെയ്യുന്ന ബ്രേക്കിംഗ് വാർത്തകൾക്ക് മാത്രമേ ഇപ്പോൾ പരിഹാരം ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകണം. അതിനു മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കിച്ചു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നൽകുന്നു. കിച്ചു ബേസിൽ. അരുൺ ബ്രോ, ബ്രോ,
അതിരപ്പള്ളിയും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കാലാവസ്ഥ വളരെ മോശമാണ്. എങ്കിലും ആളുകൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാൻ പറയുന്നു കിച്ചു ബേസിൽ ബ്രോ പറയുന്നു. ബ്രോ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട യാത്രക്കാരെ, നിങ്ങൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് ഇന്ന് ഞായറാഴ്ചയാണ്, മഴയൊക്കെ കഴിഞ്ഞതല്ലേ, മഴയൊക്കെ കഴിഞ്ഞിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഗംഭീരമായിരിക്കും എന്നൊക്കെ കരുതി അങ്ങോട്ട് കാണാൻ ഇപ്പോൾ പോകണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ പോയി സെക്യൂരിറ്റി എടുത്ത് വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പരമാവധി ഈ അതിരപ്പള്ളി വാൽപ്പാറ മലക്കപ്പാറ റൂട്ടൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.